നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. ഇന്ന് WTC ഫൈനൽ ആരംഭിക്കുകയാണ്. ടെസ്റ്റ് ക്രിക്കറ്റിലെ ലോക ജേതാവിനെ തീരുമാനിക്കാനുള്ള പോരാട്ടം ഇന്ന് ആരംഭിക്കുന്നു. ലണ്ടനിലെ ലോർഡ്സിലാണ് ഫൈനൽ മത്സരം. ഇന്ത്യൻ സമയം ഉച്ചതിരിഞ്ഞ് 3 മണിക്കാണ് മത്സരം ആരംഭിക്കുക. ആര് വിജയിക്കുമെന്നുള്ളത് ആരാധകർ വളരെ ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുമ്പോൾ ഇരു ടീമുകളും അവരുടെ പ്ലേയിങ് 11 പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിലേറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം സൗത്ത് ആഫ്രിക്കയുടെ ഭാഗത്ത് അവർ വിയാൻ മൽഡറെ ടീമിൽ നിലനിർത്തുന്നു. നമ്പർ 3 അദ്ദേഹത്തെ കളിപ്പിക്കുന്നു. ടോണി ഡി സോർസി മിസ്ഡ് ഔട്ട് ആവുകയാണ്. അതുപോലെ തന്നെ പേസ് ബൗളിങ് ലുങ്കി എങ്കിഡിയെ ടീമിലേക്ക് ഉൾപ്പെടുത്തുന്നു. ഡെയിൻ പാറ്റേഴ്സൺ ഒഴിവാക്കുന്നു. ലുങ്കി എങ്കിഡി, കാഗിസോ റബാദ, അതുപോലെ തന്നെ മാർക്കോ യെൻസൻ എന്നിവർ അവരുടെ പേസ് ബൗളിംഗ് നയിക്കാനുണ്ടാവും. ഒപ്പം കേശവ് മഹാരാജ് സ്പിൻ ബൗളിംഗുമായിട്ടുണ്ടാകും. എന്നാൽ സൗത്ത് ആഫ്രിക്കയുടെ ഭാഗത്ത് ഓസ്ട്രേലിയയുടെ ഭാഗത്ത് സാധാരണ അവർ ചെയ്യാറില്ലാത്ത കാര്യം ഫൈനലിൽ ബാറ്റിംഗ് കോമ്പിനേഷനിൽ മാറ്റം വരുത്തുന്നു. പ്രത്യേകിച്ച് ലബുഷൈന് ഒസ്മാൻ ഖോജയോടൊപ്പം ഓപ്പൺ ചെയ്യാൻ പോകുന്നു. നമ്പർ 3 ഗ്രീൻ ഉണ്ടാവും. ഗ്രീന് ബാറ്റ് ചെയ്യുക മാത്രമേ ഉള്ളൂ, ബൗൾ ചെയ്യില്ല. അദ്ദേഹത്തിൻ്റെ സർജറിക്ക് ശേഷം അദ്ദേഹം ആദ്യമായിട്ട് കളിക്കാൻ വരികയാണ്. സോ ആവശ്യമെങ്കിൽ ബൗൾ ചെയ്യാൻ അവർ ബ്യൂ വെബ്സ്റ്റർ ഉപയോഗപ്പെടുത്തും. ഇതാണ് നമുക്കൊരു ടീം കോമ്പിനേഷനിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജോഷ് ഹേസൽവുഡ് സ്ക്വാഡിലുണ്ട്. സ്കോട്ട് ബോളണ്ടിനെ മാറ്റി ഹേസൽവുഡ് തന്നെ വരുന്നു. ഹേസൽവുഡ് ഇതിനു മുമ്പ് കളിച്ച 2 മത്സരങ്ങളിലും ഇടക്ക് വെച്ച് അദ്ദേഹത്തിന് പിൻവാങ്ങേണ്ടി വന്ന് അവരുടെ ബൗളിംഗ് അറ്റാക്കിൻ്റെ സ്ട്രെങ്ത് കുറയുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. ഏതായാലും അദ്ദേഹത്തെ പരിക്കിൽ നിന്ന് മുക്തനായി വന്നതുകൊണ്ട് തന്നെ പ്ലേയിങ് 11ലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സൗത്ത് ആഫ്രിക്കയുടെ പ്ലേയിങ് 11 നോക്കുകയാണെങ്കിൽ എയ്ഡൻ മർക്രം, റിയാൻ റിക്കിൾട്ടൺ, വിയാൻ മൽഡർ, ടെമ്പ ബൗമ, ട്രിസ്റ്റൻ സ്റ്റെപ്സ്, ഡേവിഡ് ബെഡിങ്ങാം, കേൽ വെറൈൻ, മാർക്കോ യെൻസൻ, കേശു മഹാരാജ്, കാഗിസോ റബാദ, ലുങ്കി എങ്കിഡി. മറുഭാഗത്താണെങ്കിൽ ഒസ്മാൻ ഖോജ, മാർണസ് ലബുഷൈന്, കാമറൺ ഗ്രീന്, സ്റ്റീവൻ സ്മിത്ത്, ട്രാവിസ് ഹെഡ്, ബ്യൂ വെബ്സ്റ്റർ, അലക്സ് ക്യാരി, പാറ്റ് കമിൻസ്, മിച്ചൽ സ്റ്റാർക്ക്, നഥാൻ ലിയോണ്, ജോഷ് ഹേസൽവുഡ്. 2 ഭാഗത്തും മികച്ച പേസ് ബൗളിംഗ് നിരയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഓസ്ട്രേലിയയുടെ ഭാഗത്ത് നഥാൻ ലിയോൺ സ്പിൻ ബൗളർ ആയിട്ടുണ്ട്. മറുഭാഗത്ത് കേശവ് മഹാരാജ് സ്പിൻ ബൗളർ ആയിട്ടുണ്ട്. സോ ഇംഗ്ലണ്ടിൽ ജൂൺ മാസത്തിൻ്റെ തുടക്കത്തിലുള്ള ഒരു ടെസ്റ്റ് മത്സരം, അതും ലോർഡ്സിൽ. ഇതിനു മുമ്പ് ഇംഗ്ലീഷ് സമ്മറിൽ ഈ ഒരു സമയത്ത് ഓസ്ട്രേലിയ ആണെങ്കിലും അതുപോലെ തന്നെ സൗത്ത് ആഫ്രിക്ക ആണെങ്കിലും ലോർഡ്സിൽ കളിച്ചിട്ടില്ല എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ സമ്മർ കഴിഞ്ഞ ആഴ്ച വരെ വളരെ ഡ്രൈ ആയിട്ടുള്ള ഒരു സമ്മറായിരുന്നു. അതായത് സമ്മറിൻ്റെ സ്റ്റാർട്ട് ഒരൽപ്പം ഡ്രൈ ആയിരുന്നു. അപ്പോൾ ഒരു ഡ്രൈ സ്പ്രിങ് എന്നുള്ളത് നോക്കുമ്പോൾ സർഫേസ് കുറച്ച് ഡ്രയർ സൈഡ് ആവാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ സ്പിന്നേഴ്സിന് കൂടുതൽ ആനുകൂല്യം ലഭിക്കാനുള്ള ഒരു സാധ്യതയുമുണ്ട്. 2 ടീമിലും 2 മികച്ച സ്പിന്നർമാരുണ്ട്. അവരെങ്ങനെ കണ്ടീഷൻസ് എക്സ്ട്രാക്ട് ചെയ്യുന്നു എന്നതനുസരിച്ച് കൂടിയായിരിക്കും ഈ മത്സരത്തിൻ്റെ റിസൾട്ട് വരാൻ പോകുന്നത് എന്നർത്ഥം. ഏതായാലും 2 ടീമും ഒരുപാട് ഗസ് വർക്കുകളൊക്കെ ഈ ഒരു പിച്ച് കണ്ടീഷനുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടി വരും എന്നർത്ഥം. ഇനി ഫോർകാസ്റ്റ് നോക്കുകയാണെങ്കിൽ വാം ടെമ്പറേച്ചർ ഈസ് കമ്മിങ്. അതേസമയം ചില സമയത്ത് ഫ്യൂ തണ്ടർ സ്റ്റോംസിനുള്ള ചാൻസസും കാണിക്കുന്നുണ്ട്. എന്നാൽ പോലും മികച്ചൊരു മത്സരം നടക്കാനുള്ള ഈ എല്ലാ സാഹചര്യവും അവിടെ ഒരുങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ആര് വിജയിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ഈ 2 ടീമുകൾ തമ്മിൽ ഇതുവരെ ഏറ്റുമുട്ടിയതിൻ്റെ കണക്ക് നോക്കുമ്പോൾ 101 മത്സരങ്ങൾ നടന്നപ്പോൾ സൗത്ത് ആഫ്രിക്ക വിജയിച്ചത് വെറും 26 മത്സരങ്ങളിലാണ്. ഓസ്ട്രേലിയ വിജയിച്ചത് 54 മത്സരങ്ങളിലാണ്. 21 മത്സരങ്ങൾ സമനിലയിൽ കുരുങ്ങുന്ന ഒരു സ്ഥിതിവിശേഷവുമാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ആര് വിജയിക്കും എന്നുള്ളത് തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഈ കണ്ടീഷൻസും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളും ഒക്കെ നോക്കുമ്പോൾ ഫേവറിറ്റ്സ് ആയിട്ട് ഈ കളിയിലേക്ക് എൻ്റർ ചെയ്യുന്നത് ഓസ്ട്രേലിയ തന്നെയാണ്. സോ നമ്മുടെ ഒരു പ്രഡിക്ഷൻ ഓസ്ട്രേലിയ തന്നെ WTC ചാമ്പ്യൻഷിപ്പ് നേടുമെന്നാണ്. പ്രഡിക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ കളിയുടെ ആവേശത്തിൽ നേരത്തെ അങ്ങ് പറയുന്നതും ചെയ്യുന്നതും ഒക്കെയാണല്ലോ. അത് തന്നെ സംഭവിക്കണമെന്നൊന്നുമില്ല. സൗത്ത് ആഫ്രിക്കയുടെ ഭാഗത്ത് നിന്ന് വളരെ ആവേശത്തോടു കൂടിയുള്ള ഒരു പോരാട്ടം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അവർക്ക് ഈ വേൾഡ് കിരീടം ആവശ്യവുമാണ്. അതുകൊണ്ട് ഒരു കിടിലൻ മത്സരം തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ പ്രഡിക്ഷൻ കമന്റ് ബോക്സ് രേഖപ്പെടുത്തുക. ആരോഗ്യകരമായ ക്രിക്കറ്റ് ചർച്ചകളുമായി നമുക്ക് മുന്നോട്ട് വീഡിയോസ് അനുഭവിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോ എത്താം.